പിണറായി വിജയ, ജനങ്ങളുടെ ഈ ആശങ്കകൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടുന്നത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തങ്ങൾക്കൊരു ആശങ്കയുമില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു പറയുമ്പോഴും ജനങ്ങളുടെ ആശങ്ക അകലുന്നില്ല. അവർ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ വിളിച്ചു പങ്കുവച്ച ആശങ്കകൾ കേൾക്കുക. സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രാപ്തരായ ഒരു ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി ആ റിപ്പോർട്ട് ജനങ്ങളെ അറിയിച്ച് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ നാം പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ജനങ്ങളെ ഭയപ്പെടുത്തുവാനോ ഭിന്നിപ്പിക്കുവാനോ ഉള്ള ശ്രമമല്ല, ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. വരാൻ പോകുന്ന മഹാവിപത്തിനെ കുറിച്ച് ഇനി ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഞാൻ കൊച്ചിന്നാണ് വിളിക്കുന്നത് സാർ. എൻ്റെ പേര് സുനിത എന്നാണ്. അവരെന്തുകൊണ്ട് സാർ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാത്തത്? പൊട്ടിക്കഴിഞ്ഞ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരെന്ത് കാണിച്ചിട്ട് എന്താ കാര്യമുള്ളത്? വല്ല കാര്യമുണ്ടോ? വരാതെ നോക്കുക. ഭൂകമ്പം ഉണ്ടായിട്ട് പകല് തന്നെ ഇങ്ങനെ ടി വിയിലൊക്കെ എന്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ സമയത്ത് തന്നെ ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി ഒരു അരമണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ പണ്ടൊക്കെ സാർ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ സാർ, ഇപ്പൊ പെരിയാർ കനാല് തുറന്നു വിടുന്ന സമയത്ത് കാറിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. ആരും കനാലിൽ ഇറങ്ങരുത്, വെള്ളം കയറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വിളിച്ചു പറയും. അതുപോലെ ഒരു ഓട്ടോറിക്ഷയിലോ ഒരു കാറിലോ, കാരണം എല്ലാവർക്കും മൊബൈലിലൂടെ അല്ലെങ്കിൽ TV നോക്കാൻ സമയത്ത് കൂലിപ്പണിക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഒരു കാറിലോ ഒരു ഓട്ടോറിക്ഷയിലോ അപകടാവസ്ഥയാണ്, നിങ്ങൾ മാറി താമസിക്കുക, ഭയങ്കര മഴ. സാർ, കൊച്ചി കിടക്കുന്ന ഞാൻ മഴക്കാലം വരുമ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്, സത്യം ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ എടുത്ത് ഞാൻ കവറിനകത്ത് കെട്ടി. പേടിയാണ്, ഈ കേരളത്തിൽ ജീവിക്കാൻ പേടിയായിപ്പോൾ. കാരണം ഇവിടെ പഠിച്ച പിള്ളേർക്ക് ജോലിയില്ല, അത് സത്യമായിരുന്നു. എൻ്റെ മോളൊക്കെ ഡിഗ്രി പഠിച്ചിട്ട് വെറുതെ ചൊറിയും കുത്തി കിടക്കുക, ആ ഒരു അവസ്ഥയായി നാട്. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. മഴക്കാലം വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുന്ന വാക്ക്, ഇന്നലെ കൂടെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ ഈ സമയത്ത് റെഡിയായിട്ട് നിന്നോ, നമുക്ക് ഇവിടെ വിട്ട് പോകാം. നമുക്ക് കൊച്ചിയിലൊരു വീട് പോലും ഇല്ല. നമുക്കൊരു സത്യം പറഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാതെ ഞാൻ വല്ല തമിഴ്നാട്ടിലും പോയി താമസിച്ചാൽ ഞാൻ തമിഴ്നാട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത്. കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല സാർ, പേടിയാണ്. ഈ എന്താ പറയണേ, 150 വർഷം ഞാൻ ചോദിക്കണ സാറേ, ഇങ്ങനത്തെ ഒരു കരാർ ഈ ലോകത്ത് ഉണ്ടാ സാർ? അങ്ങനെ ഒരു കരാറില്ല. ആരാണ് കണ്ടിരിക്കുന്നത് ഈ കരാറ്? പാർട്ടിക്കാരുടെ പോക്കറ്റിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ ജനങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കരാറ്? ഈ 999 എന്നുള്ളൊരു കരാർ ഈ ഭൂലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന വാടക ചീട്ട്, ഈ വാടക ചീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഞങ്ങളൊരു 15 വർഷത്തേക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. എഴുതി ഓണർ തരുമോ? ഒരിക്കലും തരില്ല. പിന്നെ ഈ 999 കണക്ക് ഏത് വകുപ്പിൽപ്പെടും? 50 വർഷമാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് പോകുന്നു. പിന്നെ എന്തുകൊണ്ട് സാർ ഈ 999 കണക്ക്? ഇപ്പം ഈ 999 വർഷം കഴിഞ്ഞിട്ടാണ് അത് പണിയുള്ള, ഇത് പുതുക്കി പണിയുള്ള. ഈ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? മറ്റുള്ള കാര്യം വിട്, എനിക്കെന്താ ഗുണം? മനുഷ്യന് കൊച്ചി കിടക്കണ എനിക്ക് ഇത്ര പേടിയെങ്കിൽ എനിക്ക് കിടക്കുന്നത് നെഞ്ചിടിപ്പാണ് സാർ. ഓരോ ദിവസം നെഞ്ചിടിപ്പാണ്. എൻ്റെ സത്യം ഞാൻ പറയാം സാർ, ഞാൻ വോട്ട് കൊടുക്കത്തില്ല. എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രതിഷേധമാണ് വോട്ട് കൊടുക്കില്ല. ഒരിക്കലും ഞാൻ കൊടുക്കില്ല. ഈ മുല്ലപ്പെരിയാർ ഡാം ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ ഈ കൊച്ചിയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് വീടും വേണ്ട, ഇവർ ഞങ്ങൾക്കൊന്നും തരണ്ട. ആ വോട്ട് മേടിക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ വാതൊക്കെ വരും ചിരിച്ച്, എന്ത് സന്തോഷമാണ്. വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിയണ്ട. ഒരു 6 മാസം കഴിയുമ്പോൾ അവരുടെ വീടൊക്കെ സാറൊന്ന് കാണണം. ഓടിട്ട വീട് 3 നില, ഒരു കാറിലോടത്ത് 4 കാർ. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ട് ഞാൻ കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കില്ല. കാരണം ഈ വെള്ളം വന്ന് ജനങ്ങൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ മരിക്കുമ്പോഴോ എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടാകരുത്. കാരണം ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഒരു അബദ്ധം വന്നതെന്ന് എനിക്കൊരു കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പ്രതിഷേധം ഉദ്ദേശിക്കുന്നത് വോട്ട് കൊടുക്കുകയല്ല, മനസ്സിലായ? വോട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്തും കൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഭരിക്കുന്നവർക്ക് കണ്ണടയ്ക്കുന്നു. ഈ കേരളിന് വേണ്ടിയും ഈ മെട്രോയ്ക്ക് വേണ്ടിയും ഒക്കെ എന്നെ വേഷം കെട്ട കാണിക്കണം. ആ ഒരു ഇത് എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിൽ ചെയ്യുന്നില്ല? ഈ 999 കരാർ ഞങ്ങൾ ജനങ്ങളെ കാണിക്കുന്നേ, ജനങ്ങൾ കാണട്ടെ ആദ്യം. ഭരിക്കുന്നവരുടെ പോക്കറ്റിലല്ലാതെ വെക്കേണ്ടത്. റസൽകുട്ടി ജോയ് സാറ് പാവം, ആ മനുഷ്യൻ എന്തോരം കിടന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. നമുക്ക് സങ്കടം, ഭയം,
സങ്കടം. നാളെ എനിക്ക് രണ്ട് മക്കളുണ്ട്. നാളെ വെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു അവസ്ഥ വന്നെന്ന് ആലോചിച്ച് നോക്ക് സാർ. എന്തുകൊണ്ട് ഇവർ ഇതിനുവേണ്ടി പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കണോ? എന്റെ വീടിന്റെ വാതൊക്കെ ആരെങ്കിലും ഓട്ടും കൊണ്ട് ചോദിച്ചിട്ട് വന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് വീട് താന്നോ അല്ലെങ്കിൽ മക്കൾക്ക് ജോലി താന്നോ ഒന്നും ഞാൻ പറയില്ല. ആ മുല്ലപ്പെരിയാറൊന്ന് പുതുക്കിപ്പണി ഡീകമ്മീഷൻ ചെയ്ത് നമ്മുടെ കേരളം സുരക്ഷിതമെന്ന് അറിഞ്ഞാൽ ഏത് പാർട്ടിക്കാരിലും നമ്മൾ വോട്ട് കൊടുക്കും. അല്ലാതെ ഞാൻ കൊടുക്കില്ല സാർ. എനിക്കതേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കേസും കൊണ്ട് വരുവാണല്ലോ. ഒരു കറുത്ത ഷോൾ ഇട്ട കേസ്, ഇതൊക്കെ പുലിമാര് നമ്മൾ കാണണം സാർ. ഇതൊക്കെ ബസ്സിനകത്ത് കയറിയിരുന്നേച്ചും ഈ മന്ത്രിമാരെല്ലാം കയറിയിരുന്നത് പുച്ഛം തോന്നുക. എന്നിട്ട് ആർക്ക് എന്ത് നേടി? ഒരു കറുത്ത ഷോൾ ഇട്ട, ഒരു കുറച്ച് മാസ്ക് വെച്ച എന്ത് സത്യം പറഞ്ഞല്ല. ഇത് വീണ്ടും ബ്രിട്ടീഷ് ഭരണം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ എന്റെ പൊന്നു സാറേ എന്താണ് കാണിച്ചു കൂടുന്ന നിയമസഭയിലൊക്കെ? നാണമായിട്ട് വയ്യ. വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളുടെ വോട്ട് എന്തിനാ സാറേ? ഇപ്പോഴത്തെ കാലത്ത് പഠിക്കൊന്നും വേണ്ട സാർ. എന്ത് സുഖ, കോടിയും കൊണ്ട് ഇറങ്ങാൽ മതി, നമുക്ക് ജീവിക്കാനുള്ള ചുറ്റും. ഇലക്ഷൻ സമയം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ എന്തൊരു സുഖമാ. ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഈ പന്തലൊക്കെ കെട്ടി ഒരു പാർട്ടിക്കാരെന്തുകൊണ്ട് നമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോളൂ. വെറുതെ അവർക്ക് പശ ഒട്ടിക്കാനായിട്ടുള്ള ഒന്ന് പശ ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ വീട്ടിലേക്ക് ബിരിയാണി, പഴംപൊരി, ചായ. അപ്പൊ ഞാൻ മനസ്സും കൊണ്ട് ഉറക്ക ചുമ്മാ അല്ലെ ഇവന്മാര് കൂടിയും പിടിച്ചത്. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സാർ. ഇപ്പൊ ഇവിടെ ഭരിക്കുന്നവരുടെ ഈ പാവപ്പെട്ട മക്കളെ കുറിച്ച് കൊടി പിടിക്കുക എന്നല്ലാതെ ഈ കൊടി പിടിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, ഈ കൊടി പിടിക്കുന്നവരുടെ മക്കള് ഒന്ന് ആലോചിച്ച് നോക്ക് സാർ. ഈ മന്ത്രിയുടെയോ അല്ലെങ്കിൽ MLA-യുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും മക്കൾ കൊടി പിടിച്ച് കിടക്കണുണ്ടാ? അവരുടെ മക്കളൊക്കെ ഈ അമേരിക്കയിലും അവിടെ ഇംഗ്ലണ്ടിലും ഒക്കെ ഡോക്ടറിന്, എഞ്ചിനീയറൊക്കെ പഠിക്കാം. ഈ പാവപ്പെട്ട കോളേജിലെ പിള്ളേർ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിക്കണവരെ കൊടി പിടിക്കാൻ പോയിരുന്നു. ഞാൻ വിടില്ല സാർ. കാരണം എനിക്ക് വേറെ ഒന്നും പ്രശ്നമില്ല, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ ഈ ഭരിക്കുന്നവര് ഇങ്ങനെ കണ്ണടച്ചിരുന്നേച്ചും ഈ പാവപ്പെട്ടവരുടെ ഗുരുതി കൊടുക്കരുത്. ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാനായിട്ട് എന്തുകൊണ്ട് നമുക്ക് നമ്മൾ നാണം കെട്ടല്ലേ സാറേ ജീവിക്കണേ? ഈ തമിഴ്നാട്ടുകാരുടെ മുമ്പിൽ നമ്മളൊക്കെ ഒന്നുമില്ലാണ്ടായി പോയില്ലേ സാർ? ഒന്നുമില്ലല്ലോ. നമ്മ ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയാ സാർ സ്വാതന്ത്ര്യം? എവിടെയാണുള്ളത് സ്വാതന്ത്ര്യം? നമുക്ക് പറ. ഒരു വാക്ക് സംസാരിക്കാൻ പാടില്ല. ഈ മരിച്ചോടുത്ത് സാർ എത്ര മന്ത്രിമാര് മരിച്ചു? എത്ര MLA? ആരും മരിക്കല്ലേ ദൈവമേ. സങ്കടം കൊണ്ട് പറഞ്ഞു പോകും. എത്ര MLA മരിച്ചു? കഞ്ഞി കൂലിപ്പണി എടുത്തു കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് കിടന്നുറങ്ങിയവരാണ് സാർ വെള്ളത്തിൽ പോയത്. വെള്ളമാണെങ്കിൽ പോട്ടെ, ഈ ചെളിയും ചേറും പീസ് കഷ്ണങ്ങളും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് സാർ. ഇത്രയും ഡേഞ്ചറായ ഈ നാട്ടില് ഈ മുല്ലപ്പെരിയാർ പൊട്ടിയുള്ള അവസ്ഥ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉറക്കമില്ല സാർ. സത്യം ഞാൻ പറഞ്ഞു, ഉറക്കമില്ല സാർ. ഞാൻ എന്നും പറഞ്ഞു നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം. എന്റെ മക്കളോട് ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ പഠിച്ച് പെട്ടെന്ന് ഇവിടെ വിടാൻ നോക്കിക്കോ. അതിന് എന്റെ അച്ഛൻ്റെയും കാര്യമല്ലേ, അത് ഞങ്ങൾ പൊക്കോളാം. നിങ്ങൾ പഠിച്ച് ഇവിടുന്ന് പോകും. ഈ കേരളത്തിൽ നിന്ന് പോകുന്ന എന്റെ മക്കളോട് ഞാൻ പറയുന്നത്. കാരണം പേടി. ഈ കേരളത്തിൽ ജീവിക്കാൻ നമ്മൾ ഭയക്കണം സാർ. ഈ ബോംബ് എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കണം? ഈ കേരളത്തിന് വേണ്ടി ഇവർ കിടന്നുകൊണ്ട് കണ്ട വെപ്രാളം സാറ് കണ്ടതാണല്ലോ. ഈ വെപ്രാളം എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിന് മുന്നിൽ കണ്ണടയ്ക്കുന്നു? അതെനിക്ക് മനസ്സിലാവാതെ. 999 വർഷത്തെ പാട്ടക്കരാറ് ജനങ്ങളെ കാണിക്കട്ടെ അല്ലേ? അല്ലാതെ ഇവര് പോക്കറ്റിൽ വെച്ചിട്ട് 999 വർഷം 999 എന്താ സാർ? ഇത് എവിടത്തുള്ള പാട്ടക്കരാറാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എവിടെയാണ് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്? ഇത് എന്ത് ന്യായം? ഇത് വെറും അന്യായമാണ്. നമ്മളിവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് വെറും പട്ടപ്പൂജ്യം. നമ്മള് മുല്ലപ്പെരിയാറിനെ പേടിക്കണം, പാർട്ടിക്കാരെ പേടിക്കണം, നാട്ടുകാരെ പേടിക്കണം, പോലീസുകാരെ പേടിക്കണം. നമുക്കൊരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ സാർ? നമ്മളിത് എന്താ പറയുന്നത്? നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവര് നമ്മളെ ആ കണ്ടുകൊണ്ടാണ് നമ്മളെ ഏതൊരു രീതിയിൽ നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നാട്ടില്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഞാൻ ഒരു കേരളത്തിൽ ജനിച്ച ആളല്ലാതെ ഇപ്പോ. അതുകൊണ്ട് ഞാൻ പറയാ, എന്തെങ്കിലും ചെയ്ത് ഈ കൊച്ചി കിടക്കുന്ന എനിക്ക് ഇത്രയും ഭയമെങ്കിൽ അവിടെ കിടക്കുന്ന ജനാലും പ്രതികരിക്കുന്നില്ല, ഭയന്നിട്ടാണ് സാർ. അല്ലാതെ ഇന്നത്തെ കാലത്ത് സാറിനറിയാലോ സാർ, ഈ മന്ത്രിമാരെല്ലാം കയറി ആഘോഷിച്ചപ്പോ, വണ്ടിക്കാട്ട് കയറിയിരുന്ന് ആഘോഷിച്ചപ്പോ ഒരു കറുത്ത ഷോളിട്ട് ഒരു പെൺകൊച്ചി സ്കൂളിൽ കൊണ്ടുവന്നാക്കിയെന്നും പറഞ്ഞ് അതിന്റെ പേരിൽ പോലും കേസ് കൊടുത്ത ഈ നാട്ടില് എന്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത്?
എനിക്കിത്ര ചെയ്യാൻ പറ്റുള്ളൂ. വോട്ട് ഞാൻ കൊടുക്കുകയില്ല. എൻ്റെ ഇലക്ഷൻ്റെ വോട്ട് ഞാൻ കൊടുക്കില്ല സാർ. കാരണം എനിക്കും പല അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് വോട്ട് കൊടുത്തിട്ട്. സാറേ, ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വിളിക്കുവായി കണ്ട നമ്പറിൽ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചുള്ള കുറെ വീഡിയോകൾ കണ്ടതിൽ ഇനി നമ്മൾ പുതിയ ഡാം പണിയാൻ പോകുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ തമിഴ്നാടിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ താഴെ ഒരു ടണൽ പണിത് ഈ വെള്ളം മാറ്റുന്നതല്ലേ ഇത്. പുതിയ ഡാം പണിയുന്നിടം വരെ നിൽക്കുമോ? എനിക്ക് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ തമിഴ്നാട്ടുകാരെ ആരെങ്കിലും പ്രേരിപ്പിച്ചൊരു ടണൽ പണിത് കുറെ ഏറെ വെള്ളം കൊണ്ടുപോയതിന് ശേഷം ഇവിടെ പണിയാൻ തുടങ്ങുന്നില്ലെങ്കിൽ അതിന് മുമ്പ് പൊട്ടിപ്പോവുകയല്ലേ. എല്ലാ ദിവസവും ഞാൻ ടെൻഷൻ അടിക്കുന്നതാണ്. അപ്പൊ സാറിനെ പോലുള്ളവർ ഇതിൽ ഇടപെടുമ്പോൾ ഈ ടണൽ പണിയാനുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റെയിൽവേ ഉണ്ടാക്കിയ ആ മനുഷ്യൻ പറഞ്ഞത് ഇതിന് പുതിയ ടണൽ പണിത് വെള്ളം കളയുക എന്നുള്ളതാണ്. ഡാം പണിയണമെങ്കിൽ ഒത്തിരി പൈസ ആകുകയല്ലേ. അതിനേക്കാൾ ഈ ടണൽ പണിയാൻ ഉള്ള കാര്യം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ആൾക്കാരിലേക്ക് പറയുക. നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പല സജഷൻ വരുന്നുണ്ട്. ഒന്ന്, ഒരു താഴേക്ക് ടണൽ പണിത് ഒരു വെള്ളത്തിന്റെ നില 50 താഴെയാക്കുക എന്ന തരത്തിലേക്ക് പറയുന്നുണ്ട്. പുതിയ ഡാം വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല പല സജഷൻ വരുന്നുണ്ട്. അന്നേരം ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആരാ? കൃത്യമായ ഒരു പഠനം നടത്തി അതിന് ഉചിതമായ രീതിയിൽ ഒരു മാർഗം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം നമുക്കിവിടെ ഉണ്ടാവണം. ഇതിലൊന്നും യുവന്മാർ താല്പര്യം കാണിക്കാതെ യുവന്മാർ മിണ്ടാതിരിക്കുന്നതാണ്. ഇതിനൊന്നും ചെയ്യല. നമ്മൾ തമിഴ്നാട്ടുകാരെ ജനങ്ങൾ, ഈ ഇടുക്കി ജില്ലയിലുള്ള ജനങ്ങൾ കുറെ സംഘടിച്ച് തമിഴ്നാട്ടുകാരുടെ അടുത്ത് പോയി പ്രക്ഷോഭം നടത്തി ഇവരെ ടണൽ പണിത് കൊണ്ടുപോകാൻ പറ. അവർക്ക് വെള്ളമല്ലേ വേണ്ടിയത്? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയോ വാക്കുവാദത്തിൽ ഏർപ്പെടുകയോ അല്ലല്ലോ ചെയ്യേണ്ടത്. അതിനൊരു ഉചിതമായ ഒരു തരത്തിൽ സംസ്ഥാന തലത്തിൽ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അന്നേരം അത് അവര് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ. എനിക്ക് ഇവിടുത്തെ MP വോട്ട് ചെയ്ത സമയത്ത് ഞാൻ ഏതെങ്കിലും രീതിയിൽ പുള്ളിയോട് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ചേനേയും. എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഈ ഉടുമ്പൻചോല താലൂക്കിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. എങ്കിലും ഇവിടെ പണിയാൻ വരുന്ന തമിഴ്ക്കാരോടും ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ജീവനാണ് ഇത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ വെള്ളം കൊണ്ടുപോക്കോ, ഞങ്ങളുടെ ജീവൻ തിരിച്ചു തന്നാൽ മതിയെന്ന് ആ പണിക്കാരോട് വരെ ഞാൻ പറയാറുണ്ട്. അവരും പറയും ഇത് രാഷ്ട്രീയമായി ചേച്ചി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന്. ലക്ഷോപലക്ഷം പണിക്കാരല്ലേ വരുന്നത്. ഈ പണിക്കാരെ ഒരു ദിവസം ബ്ലോക്ക് ചെയ്യിച്ചിട്ട് നിങ്ങളെപ്പോലുള്ളവരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് ഈ നമ്മളുടെ സർക്കാരൊന്നും ഇതിൽ ഇടപെടാനുള്ള സമയം കിട്ടത്തില്ല. അതിനു മുമ്പ് ഇത് പൊട്ടും. KT തോമസ് സാറ് പറഞ്ഞത്, ഞാൻ സുപ്രീം കോടതിയിൽ KT തോമസ് സാറിന്റെ ഒരു ബന്ധുവിനെ എനിക്കറിയാം, ഒരു വക്കീലിനെ. ഞാൻ സാറിനെ വിളിച്ചിട്ട് സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു എന്നോട്, ഇല്ല താൻ ചിന്തിക്കുന്ന പോലെ അല്ല അത് പൊട്ടുകയില്ലെന്ന്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ആ സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തത്. അന്നേരം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പേടിയായിട്ട് കിടക്കാൻ വയ്യ. അപ്പം എന്നെ കളിയാക്കി വിട്ടതാണ്. ഇടുക്കി ജില്ല കുടിയിറക്ക് വരും, അന്നേരം കേസ് പുള്ളിക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കുടിയിറക്കല്ല വിഷയം, ഈ ഡാം പൊട്ടും. അതിനു മുമ്പ് നിങ്ങൾ അവിടുത്തെ ആ കേസിനകത്ത് എന്തെങ്കിലും കേരളത്തിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ ആരോടെങ്കിലും സ്വാധീനം ചെലുത്താൻ പറഞ്ഞു വിളിച്ചു. അതുപോലുള്ള എന്തെങ്കിലും തീരുമാനം ഉടനെ എടുത്തില്ലെങ്കിൽ ഇത് പൊട്ടുമെന്നുള്ളത് 100% ഇതാണ്. വയനാട് കണ്ടിട്ടും ആർക്കും ഒരു കുലുക്കവും ഇല്ല. അവരെല്ലാം അത് ആഘോഷമാക്കുക. എന്തെങ്കിലും രീതിയിൽ സാറിനെ പോലുള്ളവർക്ക് ഈ ടണലിനെ കുറിച്ച് ചിന്തിക്കാമെങ്കിൽ എത്രയും പെട്ടെന്ന് 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് മുമ്പ്, ഇല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഈ വീഡിയോ കേട്ടതുപോലെ നമ്മുടെ KT തോമസ് സാറിനെ കൊണ്ടുവന്ന് അവിടെ അമ്പലം പണിത് നമുക്ക് വെക്കാം. പൊട്ടുമ്പം പുള്ളിയെ നമുക്ക് ഒരുപോലെ പോകാം ആ കൂട്ടത്തിൽ. ഒരു തരത്തിൽ പറഞ്ഞ എന്നെ ഇത് ബാധിക്കത്തില്ല. ദേവികുളം താലൂക്കിലും ഉടുമ്പൻചോല താലൂക്കിലും തമിഴ്നാടിനോട് ചേർന്ന ഭാഗത്തായി എന്നെ ഇത് ബാധിക്കില്ല. പക്ഷെ നമ്മുടെ സഹോദരങ്ങളല്ലേ ബാക്കി മനുഷ്യരും. അത് ഓർത്തിട്ട് എനിക്ക് ശരിക്കും സങ്കടമാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ടണൽ പണിയാൻ ആർക്കെങ്കിലും ബുദ്ധി തോന്നിക്കണമെന്ന്. 2 നേരോ 3 നേരോ അല്ല, ഞാൻ നിൽക്കുന്ന നിപ്പിലും നടക്കുന്ന നടപ്പിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമുക്ക് അത് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. വളരെയേറെ സന്തോഷം വിളിച്ചേന്. ഞാൻ ചാലക്കുടി. എന്റെ പേര് ജയാന്ന്. ഇവിടെ കേരളത്തിൽ തന്നെ ജനങ്ങൾ ഒന്നാമത്തേൽ പേടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഈ മുല്ലപ്പെരിയാറും കൂടി ആകുമ്പോ ജനങ്ങൾക്ക് ഭയങ്കര ഭയത്തിലാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ നല്ല കാര്യമാണ്. നമ്മൾ മനസ്സറിയാണ്ട് നമ്മൾ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടന്ന് തിങ്ങിയിട്ട് വിഷമിക്കുക. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.